നമസ്കാരം. പ്രതിപക്ഷ പാർട്ടികളുടെ കടുത്ത എതിർപ്പിനിടയിൽ വഖഫ് ബിൽ പാർലമെന്റിൽ എത്തിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ശക്തമായി കരുക്കൾ നീക്കുകയാണ്. ബജറ്റ് സമ്മേളനത്തിന്റെ അവസാന ദിനമായിരിക്കും കേന്ദ്ര സർക്കാർ ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുക. ബില്ലിനെ കുറിച്ചുള്ള ചർച്ചയിൽ പങ്കെടുക്കാൻ എംപിമാരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് കേന്ദ്ര പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജിജു രംഗത്തെത്തി. ബിൽ കൊണ്ടുവരാൻ തയ്യാറെടുക്കുമ്പോൾ എല്ലാവരെയും എനിക്ക് പ്രത്യേക അഭ്യർത്ഥനയുണ്ട്. അവർ ചർച്ചകളിൽ പങ്കെടുക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ലോക്സഭയുടെ പ്രതിവാര അജണ്ട തീരുമാനിക്കുന്ന സ്പീക്കർ ഓം ബിർള നയിക്കുന്ന ലോക്സഭയുടെ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി യോഗം ഇന്ന് ചേരാനും വഖഫ് ബിൽ ചർച്ചയുടെ ഷെഡ്യൂൾ ചർച്ച ചെയ്യാനുമാണ് സാധ്യത. ബജറ്റ് സമ്മേളനത്തിൽ 4 ദിവസം കൂടി ശേഷിക്കെ കുറച്ച് ബില്ലുകൾ കൂടി പാസാക്കാൻ സർക്കാർ പദ്ധതിയിടുന്നുണ്ട്. 2024 ഗോവ സംസ്ഥാനത്തെ നിയമസഭാ മണ്ഡലങ്ങളിലെ പട്ടികവർഗ പ്രാതിനിധ്യ പുനഃക്രമീകരണ ബില്ല് ഇന്ന് ലോക്സഭയിൽ പട്ടികപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ സൃഷ്ടിക്കപ്പെട്ട ഭയത്തിന് സമാനമാണ് ബില്ലിനെ കുറിച്ച് പ്രചരിക്കുന്ന നുണകളെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. വഖഫ് ബില്ലിനെ കുറിച്ച് നുണകൾ പ്രചരിപ്പിക്കപ്പെടുന്നു എന്നും ലൗഡ് സ്പീക്കറുകളിലൂടെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രഖ്യാപനങ്ങൾ പ്രക്ഷേപണം ചെയ്യപ്പെടുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. വിവാദമായ ബിൽ ഓഗസ്റ്റിലാണ് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത്. വഖഫ് നിയമത്തിലെ വ്യവസ്ഥകളിൽ 40 ഭേദഗതികൾ നിർദ്ദേശിക്കുന്ന ബിൽ വഖഫ് ബോർഡുകളിൽ മുസ്ലിം സ്ത്രീകൾക്കും അമുസ്ലിങ്ങൾക്കും പ്രാതിനിധ്യം ഉറപ്പാക്കുന്നത് പോലുള്ള പരിഷ്കാരങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇസ്ലാമിക ചാരിറ്റബിൾ എൻഡോവ്മെന്റുകൾ കൈകാര്യം ചെയ്യുന്ന ഇന്ത്യയിലെ വഖഫ് ബോർഡുകളുടെ നിയന്ത്രണത്തിലും ഭരണത്തിലും സമൂലമായ മാറ്റങ്ങൾ വരുത്താനും നിയമം നിർദ്ദേശിക്കുന്നു. 2006 രജീന്ദ്ര സച്ചാർ കമ്മിറ്റിയുടെ ശുപാർശകൾക്കനുസൃതമായി പുരാതനവും സങ്കീർണവുമായ ഒരു സംവിധാനത്തെ ബിൽ ആധുനികവൽക്കരിക്കുമെന്നാണ് സർക്കാർ വാദിക്കുന്നത്. എന്നാൽ ബില്ലിന് കൂടുതൽ സൂക്ഷ്മ പരിശോധന നടത്തണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഇത് മുസ്ലിം സമൂഹങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം കേന്ദ്രത്തെ പിന്തുണയ്ക്കുന്ന JDU, TDP, LJP, RLD പാർട്ടികളിൽ ബില്ലിന്റെ കാര്യത്തിൽ ഭിന്നസ്വരം നിലനിൽക്കുന്നുണ്ട്. ബില്ലിനെ JDU പിന്തുണച്ചാൽ 17.6% മുസ്ലിം സാന്നിധ്യമുള്ള ബീഹാറിൽ JDUവിന്റെ മുസ്ലിം വോട്ട് ബാങ്കിൽ വിള്ളൽ വീണേക്കാം. ചന്ദ്രബാബു നായിഡു, നിതീഷ് കുമാർ, ചിരാഗ് പാസ്വാൻ, ജയന്ത് ചൗധരി എന്നിവർ പറഞ്ഞാൽ ബില്ല് കൊണ്ടുവരില്ലെന്ന് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് നേതാക്കളും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എന്നാൽ കേന്ദ്രത്തിന്റെ ഇടപെടൽ ഈ ബില്ല് പാസാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചേക്കാമെന്നും വിലയിരുത്തലുകൾ ഉണ്ട്. അതേസമയം ബില്ലിനെ പിന്തുണച്ച് പ്രമുഖ ക്രിസ്ത്യൻ സംഘടനകൾ രംഗത്ത് വന്നത് കേന്ദ്ര സർക്കാരിന് നേട്ടമായി. നിഷ്പക്ഷമായ സമീപനം സ്വീകരിക്കണമെന്ന് രാഷ്ട്രീയ പാർട്ടികളോടും പാർലമെന്റ് അംഗങ്ങളോടും കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ അഭ്യർത്ഥിച്ചു. നിലവിലെ ചില വ്യവസ്ഥകൾ ഭരണഘടനയോട് ചേർന്ന് പോകുന്നതല്ലെന്നും മുനമ്പം പ്രശ്നത്തിന് ശാശ്വത പരിഹാരത്തിന് ഭേദഗതി വേണമെന്നും CBCI അഭിപ്രായപ്പെട്ടു. ബില്ലിനെ പിന്തുണച്ച് ഞായറാഴ്ച കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിൽ എഴുതിയ കത്തിനെ സ്വാഗതം ചെയ്ത് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനും ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജുവും രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Branding partner EduBix Online Executive Education. Focus Physiotherapy Center Pattam. Unnat Engineering Gujarat. Tirthayatra.com. Iron Build Gujarat. PRS Hospital കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.